ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ തമിഴിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 5 ദിവസത്തെ ഹെയർ കെയർ റുട്ടീനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ ഹെയർ കെയർ റുട്ടീന് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്കെല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു റുട്ടീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു റുട്ടീന് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ മുടി കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് വിട്ടുപോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറന്നു പോകാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ മുടിയിലുള്ള ചിക്കും കാര്യങ്ങളും എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. മുടിയിലെ ജടയും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റിയൊരു ചീർപ്പാണിത്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. എന്നെ സംബന്ധിച്ചിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചീർപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ പെട്ടെന്ന് ജടയും കാര്യങ്ങളെല്ലാം പോകാൻ ചെയ്യും. ഒരുപാട് ഹെയർ ഫോളും കാര്യങ്ങളൊന്നും ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ചീർപ്പ് ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ ഓയിലിംഗ് ആണ്. ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുപോലെ ഹെയറിലുണ്ടാകുന്ന ഡ്രൈനെസ്സും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഹെയർ നല്ല സിൽക്കി ആയിട്ടും മോയ്സ്ചറായിട്ടും വെക്കാൻ ഹെയർ ഓയിലിംഗ് ഹെൽപ്പ് ചെയ്യും. ഹെയർ ഓയിലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഏതാണോ ഓയിലുള്ളത്, നിങ്ങൾ ഏതാണോ ഓയിൽ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ യൂസ് ചെയ്താൽ മതി. വേറെ ഓയിൽ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചത് കരിഞ്ജീരക എണ്ണയാണ്. അപ്പോൾ അത് തീരാനായി ഗൈസ്. ഈ വിറ്റാമിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. ആഴ്ചക്ക് 1-2 ദിവസം മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തത് കരിഞ്ജീരക ഓയിലാണ്. അപ്പോൾ ഈ എണ്ണ കാലിയാവാനായി ഗൈസ്. ഇനി വേണ്ടത് നമ്മൾ ഓയിലെടുത്ത് അപ്പോൾ ഒരു ക്യാപ്സ്യൂൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ ഞാനിപ്പോൾ ചൂടാക്കുന്നില്ല, നേരിട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. മുടിയുടെ എല്ലാ ഭാഗത്തും ആക്കാം. പിന്നെ ഇതുപോലെ മുടീൻ്റെ അറ്റത്തില്ലേ, ഈ അറ്റത്ത് നമ്മൾ ഇതാക്കി കൊടുക്കുന്നത് സ്പ്ലിറ്റ് ആൻഡ് സെല്ലും ഉണ്ടാവില്ലേ, സ്പ്ലിറ്റ് ആൻഡ് സെല്ലും പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഗൈസ്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് തല നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറൊന്നും ചെയ്യാനില്ല. ഡേ 1 ഇത്രയേ ഉള്ളൂ ഹെയർ ഓയിലിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.